ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈൽ മുരിങ്ങയില കടയിലെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ മുരിങ്ങയിലയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തുവരപ്പരിപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പരിപ്പ് കംപ്ലീറ്റ്ലി കവറാകണം, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വേവിച്ചെടുക്കണേ. എൻ്റെ ഈ കുക്കറിന് 3-4 വിസിൽ മതിയാകും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പരിപ്പ് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അതായപ്പോൾ ഒരു 3-4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നീട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല. ആകെ ചേർത്തേക്കുന്ന കുറച്ച് മുളക് പൊടിയും പിന്നെ ഇപ്പോൾ ഈ ചേർക്കുന്ന വറ്റൽമുളകിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇളം മുരിങ്ങയിലാണ് കേട്ടോ, നല്ല ടെൻഡറാണ്. അതുകൊണ്ട് തന്നെ ഈ കറിക്ക് പറ്റിയതുമാണ്. വളരെ റെയറായിട്ട് അങ്ങനെ ഇളം ഇലയൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ കറിക്ക് ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തോരൻ ഉണ്ടാക്കേണ്ട, കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങയിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അത് വേഗം തോറും പകുതിയാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ കറി വന്നിട്ട് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന കറിയാണ്. അതേപോലെ പരിപ്പ് കുറവും ഇല കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ മുരിങ്ങയില പരിപ്പ് കറി വെക്കാറില്ലേ, ആ സമയത്ത് മുരിങ്ങയില കുറവും പരിപ്പ് കൂടുതലും ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഇലയാണ് കാണുന്നത്. പരിപ്പ് നമ്മളിങ്ങനെ ഉടച്ച് വരുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഇല കുറച്ച് അധികം ചേർക്കേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിത് ഇങ്ങനെ മാഷറോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ്സായി കിട്ടണം. പിന്നെ അതേപോലെ പരിപ്പും മുരിങ്ങയിലയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം, ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. അത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ, ഒരു നിർബന്ധവും. പക്ഷേ ഇവിടെ പരിപ്പ് കറിക്ക് നെയ്യ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നെയ്യ് ചേർത്തെന്ന് മാത്രം. പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും നെയ്യ് ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി. എത്ര എളുപ്പമല്ലേ, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, മുദ്ദയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തതായിട്ട് അതിൻ്റെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന പാവയ്ക്ക ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പാവയ്ക്കയാണ്. അതിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ഞാനിതെങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെന്ന് കാണിച്ചു തരാവേ. എഡ്ജസ് മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂണിൻ്റെ അറ്റം ഉണ്ടല്ലോ, ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുരു മൊത്തം പുറത്തെടുക്കും. അങ്ങനെ ആകുമ്പോൾ ഈസിയാണ് അഴുക്കൊക്കെ കളയാനായിട്ട്, കുരുവൊക്കെ കളയാനായിട്ട്. പിന്നീട് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടലമാവും, അതേപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന് പകരം കോൺഫ്ലോർ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഈ പൊടികളുടെ മെഷർമെൻറ്റ് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും പാവയ്ക്ക എടുത്തു, അതിനനുസരിച്ച് പൊടികൾ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഞാൻ പാവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ആ സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കി എടുക്കാം. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ അത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെ ചെറുതായിട്ടൊന്ന് പാവയ്ക്കയുടെയൊക്കെ കയ്പ്പ് കുറയുകയും ചെയ്യും. അതേപോലെ ഇങ്ങനത്തെ ചെറിയ പാവയ്ക്ക വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയത് യൂസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ചെറിയ പാവയ്ക്ക മേടിച്ചത് തന്നെ വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ.
പക്ഷെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന്. അങ്ങനെ നമ്മളെല്ലാം മിക്സ് എടുത്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് കോട്ടായി കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഇത് വറക്കാനായിട്ട് വെളിച്ചെണ്ണ വേണമെന്നൊരു നിർബന്ധമില്ല, വെജിറ്റബിൾ ഓയിലായാലും മതി, സൺഫ്ലവർ ഓയിലായാലും മതി. അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം പാവയ്ക്കും വെച്ച് കൊടുത്തു, തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ഫ്രൈയും റെഡിയാണ്. ഇതൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. ചെറിയൊരു കയ്പ് ഉണ്ടാകും, പക്ഷേ കയ്പോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാ.